കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇവിടെ കാണുന്ന ട്രയൽ അലോട്ട്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുക്കാനുള്ള ഭാഗം വരും. അവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ അത് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് അലോട്ട്മെന്റ് എന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോ അലോട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അങ്ങനെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുത്ത ഭാഗങ്ങളിലുള്ള തെറ്റുകൾ തിരുത്താൻ സാധിക്കും. പല തെറ്റുകൾ നമ്മൾ കൊടുത്ത സമയത്തുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്താം. അതുപോലെ തന്നെ പുതിയ കോളേജുകൾ ആഡ് ചെയ്യാം. നിലവിലുള്ള കോളേജുകൾ ഡിലീറ്റ് ചെയ്യാം. കൊടുത്ത ഓപ്ഷൻ 15 കോളേജുകളുടെ 20 കോളേജുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പുതിയ കോളേജുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓർഡർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്യാം. ഇതിനൊക്കെയുള്ള അവസരമാണുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ആബിൽ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻസ് ലോഗിന് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാനുള്ള സമയം ജൂൺ 19 വൈകുന്നേരം 3 മണി വരെയാണ്. അതുവരെ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താം. എന്നാൽ എഡിറ്റിംഗ് ചെയ്യാം. എന്തൊക്കെ എഡിറ്റ് ചെയ്യാം? പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റിംഗ് വരുത്താം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റാണ്, ഇമെയിൽ ഐ ഡി തെറ്റാണെന്നൊന്നും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നീട് അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലുള്ള എഡിറ്റിങ്ങൾ യൂണിവേഴ്സിറ്റി പോയിട്ട് ചെയ്യാവുന്നതാണ്. 2026 ജൂൺ 19 വൈകുന്നേരം 3 മണി വരെയാണ് ഇതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഇതിനായിട്ട് വിദ്യാർത്ഥിയുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതും എഡിറ്റ് അൺലോക്ക് ബട്ടൺ എന്ന ലിങ്കിലൂടെ ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തേണ്ടതുമാണ്. എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. തിരുത്തലുകൾക്ക് ശേഷം പുതുക്കിയ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു PDF ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ചാൽ മതി. ആ ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ പ്രിന്റിങ് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. വേണ്ടവർക്ക് പ്രിന്റ് എടുത്തും സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാത്ത ആളുകളെ അത് കംപ്ലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾക്ക് ചിലപ്പോൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എഡിറ്റ് അൺലോക്ക് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ PDF എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് നിങ്ങൾ ആണ് പറയുന്നത്. പ്രസ്തുത അപേക്ഷകൾ പൂർത്തീകരിക്കുന്ന അവസരം റെഗുലർ ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് വന്ന് നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോവാണ്. നിങ്ങൾ എഡിറ്റ് അൺലോക്ക് ബട്ടൺ ഓപ്പൺ ചെയ്തു, എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, സേവും ചെയ്തില്ല, എന്നിട്ട് അത് നിങ്ങൾ കട്ട് ചെയ്തു ഒഴിവാക്കി, അതോടുകൂടി നിങ്ങൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് ഭാഗികമായിട്ട് കിടക്കുകയാണ്. അതോടുകൂടി നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ഉണ്ടാവില്ല. അതോടുകൂടി അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ നമ്മൾ കൊടുത്ത കാര്യങ്ങളിലുള്ള മാർക്ക് NSS, NCC, SPC, ആർട്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് +2 തലത്തിലുള്ളതായിരിക്കണം. നിങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ NSS, NCC, SPC, ആർട്സ്, സ്കൗട്ട്, ഗൈഡ്സ് ഒക്കെ +2 ആയിരിക്കണം. 10ാം ക്ലാസ്സിലുള്ളത് പരിഗണിക്കില്ല. അതേപോലെ തന്നെ സംവരണ വിഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ്. ഓക്കെ.